ചൈന പോലുള്ള ലോകരാജ്യങ്ങൾ ഓരോ ദിവസവും എത്രത്തോളം AI ടൂൾസ് ആണ് ബിൽഡ് ചെയ്യുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മളും എന്ത് ചെയ്യണം, AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ അത് ബിൽഡ് ചെയ്യാനും ശ്രമിക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് N8N എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു AI വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം എന്ന് പഠിപ്പിച്ചു തരാം. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ എന്റെ GitHub റെപ്പോസിറ്ററിനകത്ത് നിങ്ങൾക്ക് N8N എന്ന് പേരുള്ള ഒരു റെപ്പോസിറ്ററി കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ N8N GitHub റെപ്പോസിറ്ററിയിൽ നിന്ന് ഫോർക്ക് ചെയ്തെടുത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ക്ലോൺ അല്ല, ഫോർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് N8N GitHub എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 23K ഡെവലപ്പേഴ്സ് ഇത് ഫോർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 85K സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇവിടെ ഫോർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫോർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഫോർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ഫോർക്ക് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റെപ്പോസിറ്ററി നെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് ഫോർക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ റെൻഡറിനകത്ത് എന്ത് ചെയ്യുക, ഒരു ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം. അവിടെ റൈറ്റ് സൈഡിൽ ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് കാണുന്ന സ്റ്റാറ്റിക് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ GitHub റെൻഡറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ റെപ്പോസിറ്ററീസും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ N8N നിങ്ങൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ENV ഫയൽസ് ആഡ് ചെയ്യാനായിട്ടുണ്ടാവും. അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങളതൊന്ന് കോപ്പി ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓൾറെഡി നിങ്ങൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. നിങ്ങളുടെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ENV ഫയൽസും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ENV ഫയൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ N8N കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയിട്ട് ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈസൻസ് കീ നിങ്ങളുടെ മെയിലിലോട്ട് സെൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണിക്കുന്നുണ്ട്. നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു AI ഏജന്റ് കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഗൂഗിൾ കലണ്ടറുമായിട്ട് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു AI ഏജന്റ് ആണ്. അപ്പോൾ നമ്മൾ ബാക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്കിനി AI ഏജന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക. വാട്സപ്പ് ബിസിനസ് ക്ലൗഡ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഓൺ മെസ്സേജ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ വാട്സപ്പിന്റെ ക്രെഡൻഷ്യൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ടാബ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചാറ്റ് റിസീവ്ഡ് എന്നാക്കി മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വാട്സപ്പിന്റെ ക്ലൈന്റ് ഐഡിയും അതുപോലെ തന്നെ ക്ലൈന്റ് സീക്രറ്റും വേണം. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ business.facebook.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഒരു ഇൻ്റർഫേസ് വരും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇനി ഇവിടെ ലെഫ്റ്റ് മെനുവിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അക്കൗണ്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ ആപ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു N8N ഏജന്റ്. അത് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാണുന്ന ക്രിയേറ്റ് ന്യൂ ആപ്പ് ID എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ആപ്പിൻ്റെ ഒരു നെയിം കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസ് കേസിനകത്തുള്ള ഏറ്റവും താഴെയുള്ള അതർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ആപ്പ് ടൈപ്പ് ബിസിനസ് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇനി നിങ്ങളുടെ ബിസിനസ് പോർട്ട്ഫോളിയോ കൂടി കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ആപ്പ് എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ വാട്സപ്പിൽ സെറ്റപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ആപ്പ് സെറ്റിംഗ്സിൽ ബേസിക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ആപ്പ് ഐഡിയും ആപ്പ് സീക്രറ്റും കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആപ്പ് ID ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. ഇനി ഈ ഒരു ആപ്പ് ID ഇവിടുന്ന് കോപ്പി ചെയ്ത് നേരെ നമുക്ക് N8N അകത്തുള്ള ഈ ഒരു വാട്സപ്പിന് ഓൺ മെസ്സേജിനകത്ത് ക്രെഡൻഷ്യൽ ഉണ്ട്. അവിടെ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ക്രെഡൻഷ്യൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലൈന്റ് ഐഡിന്റെ സ്ഥാനത്ത് നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഫേസ്ബുക്കിനകത്ത് പോയിട്ട് ആപ്പ് സീക്രറ്റ് എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് N8N വന്നിട്ട് വീണ്ടും അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഈ ഒരു ക്ലൈന്റ് സീക്രറ്റിനകത്ത്. ഇനി നമ്മൾ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രെഡൻഷ്യൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സക്സസ് മെസ്സേജ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ടു ക്യാൻവാസിലോട്ട് പോകാം. എന്നിട്ട് ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ അഡ്വാൻസ്ഡ് AI ഏജന്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ബാക്ക് ടു ക്യാൻവാസ്. ഇനി ചാറ്റ് മോഡലിലെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ AIന്റെ ചാറ്റ് മോഡൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക.
ഇനി നമ്മൾ ഓപ്പൺ എഐൻ്റെ ക്രെഡൻഷ്യൽ ആഡ് ചെയ്ത് കൊടുക്കണം. ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് API കീ ആണ് ആവശ്യമുള്ളത്. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, platform.openai.com പോകാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ChatGPT OpenAI API കീ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു $5 ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് $5 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു API കീ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്കത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ API കീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. API കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ന്യൂ സീക്രട്ട് കീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഒരു നെയിം കൊടുക്കാം. ഇനി പ്രൊജക്റ്റ് ഡിഫോൾട്ട് പ്രൊജക്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് സീക്രട്ട് കീ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് API കീ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നേരെ N8N പോയിട്ട് അവിടെ ആ ഒരു API കീ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ചാറ്റ് മോഡലിനകത്ത്. വീണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ് മെസ്സേജ് കാണിക്കും. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വീണ്ടും ബാക്ക് ടു ക്യാൻവാസിലോട്ട് പോകാം. നെക്സ്റ്റ് നമുക്ക് ഈ ചാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെമ്മറി ആവശ്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു മെമ്മറി എന്നുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് N8N സിമ്പിൾ മെമ്മറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സെഷൻ ID ഡിഫൈൻ ബിലോ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കീ ID എക്സ്പ്രഷൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഈ ഒരു വർക്ക് ഫ്ലോയിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ബിസിനസ് ക്ലൗഡ് വീണ്ടും സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ക്രെഡൻഷ്യൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് ടോക്കൺ അതുപോലെ തന്നെ ബിസിനസ് അക്കൗണ്ട് ID എന്നിങ്ങനെ 2 എണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കൊടുത്തതല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്കിൽ നമ്മൾ നേരത്തെ എടുത്ത ടാബിൽ തന്നെ താഴെ വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് API സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടെസ്റ്റ് നമ്പർ കിട്ടും. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി താഴെ 2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ സെലക്ട് ചെയ്യാണ്. ഇനി നിങ്ങൾ ജനറേറ്റ് ആക്സസ് ടോക്കൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്റ്റ് ഇൻ ടു ഓൾ കറന്റ് ആൻഡ് ഫ്യൂച്ചർ വാട്സപ്പ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്കത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആക്സസ് ടോക്കൺ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാം. തിരിച്ച് N8N വന്നിട്ട് ആ ഒരു ആക്സസ് ടോക്കൺ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും ഫേസ്ബുക്കിൽ പോയിട്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ട അക്കൗണ്ട് ID ആണ്. അത് ഇവിടെ താഴെ തന്നെ ഉണ്ട്. അതും നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് താഴെ നമ്മൾ ബിസിനസ് അക്കൗണ്ട് ID എന്നുള്ള അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് സേവ് ചെയ്യുക. ഇപ്പം നമ്മുടെ ക്രെഡൻഷ്യൽ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടെസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെസിപ്പിയൻ ഫോൺ നമ്പർ നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എന്താണോ അത് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൺട്രി കോഡ് കൂടി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ടെക്സ്റ്റ് ബോഡിയിൽ സക്സസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരെ ബാക്ക് ടു ക്യാൻവാസിലോട്ട് പോവാം. ഇനി ഞാൻ എൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു ടെസ്റ്റ് നമ്പർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് ഫേസ്ബുക്കിൽ നിന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു നമ്പറിലോട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ ഒക്കെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. നമുക്ക് എന്താണ് റെസ്പോൺസ് വരുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റ് വർക്ക് ഫ്ലോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വാട്സപ്പിനകത്ത് പോയിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ഇവിടെ നമ്മുടെ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, AI ഏജന്റ് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സബ് നോഡ് മെമ്മറിനകത്താണ് നമുക്ക് ഫെയിൽ. അപ്പോൾ അതെന്താണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിൾ മെമ്മറിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കീ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്രഷൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട എക്സ്പ്രഷൻ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് കോപ്പി ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ടെസ്റ്റ് വർക്ക് ഫ്ലോ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒരു മെസ്സേജ് കൂടെ അയച്ചു നോക്കാം. നമ്മൾ മെസ്സേജ് അയച്ച ഉടനെ തന്നെ AI ഏജന്റിന്റെ വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു വാട്സപ്പ് ചാറ്റിനകത്ത് പോയി നോക്കാം എന്താണ് അവിടെ വന്നിരിക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് സക്സസ് എന്നുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു മെസ്സേജ് അല്ല കിട്ടിയിരിക്കുന്നത്, ജസ്റ്റ് സക്സസ് മാത്രമാണ്. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കൊടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ആക്ച്വൽ റെസ്പോൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡിലുള്ള ആ ഒരു വാട്സപ്പിൻ്റെ നോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സക്സസ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ എന്ത് കൊടുക്കാം, നമുക്ക് അതിന് പകരം ഇത് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ഇവിടെ AI ഏജന്റ് ആക്ച്വലി നമുക്കുള്ള ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഹലോ ഹൗ കാൻ ഐ അസിസ്റ്റ് യു ടുഡേ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ബോഡിനകത്ത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രം മതി. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മെസ്സേജ് അയച്ചു നോക്കാം.
നമുക്ക് എന്താണ് റെസ്പോൺസ് നോക്കുന്നത്. നമ്മുടെ AI ഏജന്റ് വർക്ക് ഫ്ലോ സ്റ്റാർട്ടായി വർക്ക് ആവുന്നുണ്ട്. ഇവിടെ റെസ്പോൺസിനകത്ത് 2 ഇഷ്യൂ ഉണ്ട്. ഒന്ന് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഹായ് തന്നെയാണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം. തിരിച്ച് ക്യാൻവാസിലോട്ട് വന്നിട്ട് AI ഏജന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഹായ് എന്നാണ് കിടക്കുന്നത് യൂസറിൻ്റെ ഇൻപുട്ടായിട്ട്. ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ ബോഡി കാണിക്കുന്നുണ്ട്. അതാണ് കറക്റ്റ് യൂസറിൻ്റെ മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഹായ് കൂടെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാം. ഇനി ഞാൻ വീണ്ടും ടെസ്റ്റ് വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വീണ്ടും വന്നിട്ട് നമുക്ക് ആ സെയിം മെസ്സേജ് തന്നെ ഒന്നുകൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് എന്ന് റിപ്ലൈ കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് AI ഏജന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു മെമ്മറി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. അതായത് പ്രീവിയസ് മെസ്സേജിനെ നമുക്ക് എന്ത് ചെയ്യണേ അതിൽ സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും അത് ഡിപ്പെൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് കിട്ടുന്നുണ്ടോ നോക്കാം. നേരത്തെ നമ്മൾ പ്രീവിയസ്ലി സെറ്റ് ചെയ്ത് 5 ആയിരുന്നു, നമുക്കത് 10 ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, എത്രത്തോളം മെസ്സേജ് അതിന് ബാക്കപ്പ് വേണമെന്ന്. ഇപ്പം നമുക്ക് കിട്ടിയ റെസ്പോൺസിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ ചോദിച്ചു നോക്കാം. വീണ്ടും നമ്മൾ ആ ഒരു മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് മെസ്സേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെമ്മറി ബാക്കപ്പും കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ എല്ലാ റെസ്പോൺസിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സക്സസ് എന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് എൻഡിലുള്ള നോഡിൻ്റെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബോഡീൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സക്സസ് എന്ന് കാണിക്കാം. അതും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഒരുപാട് ജോലി സാധ്യതയുള്ള ഇതുപോലെയുള്ള AI ഏജൻസിനെ ബിൽഡ് ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇനിയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.